നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വലിയ പാടാണ്. ഇന്ത്യ സെമിയിലേക്ക് കടക്കാൻ വലിയ പാടാണ് എന്നുള്ളതാണ് സത്യം. മറ്റൊന്നും കൊണ്ടല്ല, വെസ്റ്റ് ഇൻഡീസിന്റെ ഫോം. വെസ്റ്റ് ഇൻഡീസ് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയെ എങ്ങാനും തോപ്പിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 95% ഇന്ത്യ പിന്നെ സെമിയിലോട്ട് കടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു 5% അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു കൺസേൺ. ഇപ്പോ എന്തായാലും നമ്മുടെ റിങ്കു സിംഗ് തിരിച്ചു പോയിട്ടുണ്ട്. അവന് പകരമായിട്ട് ആരെയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ശ്രേയസ് അയ്യർ ആയിരിക്കും. അത് പക്ഷെ പകരമായിട്ട് എടുക്കുമെങ്കിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും, അതിനും മാറ്റമില്ല. ഇവിടെ സഞ്ജു സാംസൺ അടുത്ത കളി ഉണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സഞ്ജു സാംസൺ ഇപ്പം പലയിടത്തും ചർച്ചകൾ ഇങ്ങനെയാണ്. സഞ്ജു സാംസനെ 1 ഡൗൺ ഇറക്കണം എന്നുള്ള ചർച്ച എന്നാണ് നടക്കുന്നത്. അല്ലെങ്കിൽ സഞ്ജു സാംസനെ ഓപ്പണിംഗ് ഇറക്കിയിട്ട് ഇഷാൻ കിഷനെ 1 ഡൗൺ ഇറക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നു, എൻ്റെ ഒരു ഐഡിയ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ 1 ഡൗൺ ഇറക്കണം എന്നുള്ളത്. അഭിഷേക് ശർമ്മയെ മാറ്റണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒറ്റയ്ക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒരു ബാറ്റ്സ്മാൻ ആരെന്ന് വെച്ചാൽ അഭിഷേക് ശർമ്മ. കാരണം നെറ്റ് റൺ റേറ്റ് വളരെ ഇല്ല, തീരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയെ മാറ്റാൻ പോകുന്നേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അഭിഷേക് ശർമ്മയെ 1 ഡൗൺ ഇറക്കും. പക്ഷെ അങ്ങനെ ഒരു സാധനം ഒരു മനുഷ്യരും പറയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കുറെ സംഭവങ്ങൾ കണ്ടു, ആരും അങ്ങനെ ഒരു ഇക്വേഷൻ പറയാം, ആർക്കും അങ്ങനെ ഒരു ചിന്തകൾ പോലും ഇല്ല. ചിലർ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും റിങ്കു സിംഗ് പോലും, റിങ്കു സിംഗിന് പകരമായിട്ട് നമുക്കവിടെ ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരാം. അപ്പൊ ഒരു ബാറ്റ്സ്മാനും കൂടി ഒരു സ്പിന്നറെ കിട്ടുമെന്നൊക്കെ നമ്മുടെയൊക്കെ ന്യായം. വേസ്റ്റ്. അവർക്ക് അടിക്കാൻ ഒരു ബോൾ കിട്ടും, ബോളറെ കിട്ടും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ഓക്കെ. പക്ഷെ ഇന്ന് ICCയുടെ ഇൻസ്റ്റാ പോസ്റ്റില് ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റിന് ഇവിടെ കൊടുക്കാം. ആ പോസ്റ്റിൽ കണ്ട്, ആ പോസ്റ്റ് അവർ കാണിച്ചിരിക്കുന്നത് സഞ്ജു സാംസണും ഇഷാൻ കിഷനും കണ്ടോ. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമായിട്ട് ബാറ്റ് ചെയ്യുന്ന ചെറുതായിട്ട് കൊടുത്തിന്. അപ്പൊ അതിലെനിക്കൊരു ചെറിയ ഡൗട്ട്, ഇനി ഞാൻ പറഞ്ഞ ഐഡിയയിൽ തന്നെ ആയിരിക്കും അവർ ഇറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞത് ആസ് എ ഓപ്പണർ എന്നുള്ള രീതിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന അഭിഷേക് ശർമ്മയാണ് അല്ലേ. അപ്പൊ അഭിഷേക് ശർമ്മയ്ക്ക് ചെറിയൊരു ചേഞ്ച് കൊടുക്കുകയില്ലേ നമുക്ക് വേണ്ടത്. ഇപ്പൊ സഞ്ജു സാംസണെ കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആയി. പക്ഷെ അപ്പോഴും സ്റ്റിൽ ഒരു 5 കളി കൊണ്ട് ഡക്കായിക്കൊണ്ടിരിക്കുന്ന ഈ ടൂർണമെന്റ് 4 കളിയിൽ 3 തുടരെ ഡക്കും, 1 കളിയിൽ 15 ആണോ? അങ്ങനെ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വീണ്ടും എന്തിനു കൊണ്ട് ഈ പറയുന്ന ഓപ്പണിംഗിലേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പോ അങ്ങനെ ഒരു ഫസ്റ്റ് അവൻ ഇറക്കുന്നേ സമയം കിട്ടില്ല. അവൻ എപ്പോഴാണ് അടിക്കും? അവനിപ്പം ഈ പവർ പ്ലേയിൽ തന്നെ അടിക്കണമെന്നില്ലല്ലോ. സഞ്ജു സാംസൺ ആയാലും ഇഷാൻ കിഷനായാലും കിട്ടിലായിട്ട് അടിക്കും. അതിനോട് അഭിഷേക് ശർമ്മ തന്നെ വേണമെന്നില്ല, 2 അടിക്കും. എങ്ങനെ പോയാലും ഒരു 3-4 ഓവറിനകത്ത് 1 വിക്കറ്റ് വീഴുകയും ചെയ്യും. മനസ്സിലായോ? അടിച്ചു വയ്ക്കാൻ ഒരു 10-25 റൺസൊക്കെ അടിച്ചിട്ട് മതിയാവും. അതിനുശേഷം ഈ പറയുന്ന അഭിഷേക് ശർമ്മ 1 ഡൗൺ ആയിട്ട്, അതാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു പ്ലേയിങ് 11 അല്ലേ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സഞ്ജു സാംസണും ഇഷാൻ കിഷനെ ഓപ്പണിംഗ് തന്നെ ഇറക്കണം, അഭിഷേക് ശർമ്മയെ 1 ഡൗൺ ഇറക്കണം എന്നുള്ളതാണ്. ശരി, അതവിടെ നിൽക്കട്ടെ എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി കുൽദീപ് യാദവിനെ കൊണ്ടുവരുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. സിംബാബ്വേയായിട്ടുള്ള മാച്ച് പറയുന്നത് ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ നല്ല രീതിയിൽ റൺ ഒഴുക്ക് നടക്കും എന്നുള്ളതും അറിയാം. റണ്ണൊക്കെ അടിച്ചു വയ്ക്കുക. സിംബാബ്വെ വേണമെങ്കിൽ നമുക്ക് നല്ല മാർജിൻ തോൽപ്പിക്കാനും പറ്റും എന്നും ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് കളിയാണ്. ഉമ്മയാണെ ചാൻസ് വളരെ കുറവാണ് കേട്ടോ സൗത്ത് ആഫ്രിക്ക. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു 90% ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ജയിക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവന്മാർ ആ കറണ്ട് പോകും വളരെ പ്രശ്നമാണ്. ഇൻ കേസ് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ കാര്യം അതോ ഗതിയാണ്. ഇന്ത്യ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ വെസ്റ്റ് ഇൻഡീസിന് ജയിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ഓൾറെഡി എന്തായാലും സെമിയിലേക്ക് കയറും. പിന്നീട് സൗത്ത് ആഫ്രിക്ക ഓൾറെഡി നല്ല റൺ റേറ്റ് ആണ്. പിന്നെ അവർക്ക് ആരുമായിട്ടുള്ള കളിയുണ്ട്, പക്ഷെ റൺ റേറ്റ് കുറയും. ഇനി അല്ലെങ്കിൽ മറ്റൊരു കേസ് ചെയ്യണം, ഈ പറയുന്ന എന്താണ് വെസ്റ്റ് ഇൻഡീസ് ജയിക്കട്ടെ, പക്ഷെ നല്ല മാർജിനിൽ ആരെ തോപ്പിക്കണം? ഒരു 100 റൺസിന്റെ മാർജിൻ ഈ പറയുന്ന സിംബാബ്വെ തോപ്പിച്ചതുപോലെ സൗത്ത് ആഫ്രിക്കയെ വെസ്റ്റ് ഇൻഡീസ് തോപ്പിച്ചു കഴിഞ്ഞാൽ യമാരുടെ റൺ റേറ്റ് നല്ല താഴെ വരും. യമാരുടെ റൺ റേറ്റ് താഴെ. പക്ഷെ എന്നാലും അവർക്കൊരു അവസരമുണ്ട്. ഏത്? സിംബാബ്വേയുടെ കളിയിൽ ഇന്ത്യയെ പോലെ ഒരു അവസരം വീണ്ടും കാണും. സിംബാബ്വേയുടെ കളി നല്ല റൺ റേറ്റിൽ ജയിക്കുക എന്നുള്ളത്. ഇന്ത്യ ഇനിയിപ്പം ഇൻ കേസ് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് പിന്നെ സൗത്ത് ആഫ്രിക്കയെ തോപ്പിച്ചു എന്ന് കരുതിക്കോ, ഇന്ത്യക്ക് 2 കളിയും ഏതാണ്ട് 100 മാർജിനിൽ ജയിക്കേണ്ടതായിട്ട് വരും. 2 ടീമിനെയും 100 റൺ, ഏറ്റവും കുറഞ്ഞ 100 റൺസിന്റെ മാർജിനിൽ തോപ്പിക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 10-11 ഓവറിലൊക്കെ അടിച്ച് ജയിക്കേണ്ടതായിട്ട് വരും. ടൈറ്റാണ്. 2 കളികളും 100 റൺസിന്റെ മാർജിനിൽ തോപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ്
സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സെമിയിലേക്കുള്ള യാത്ര ഏതാണ്ട് 95% തീർന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് അവരെ ഒന്ന് കുറ്റപ്പെടുത്താനെന്ന് പറയാം. നമുക്ക് അവരെ ഈ പറയുന്ന ഇന്ത്യനെയൊക്കെ ചെന്ന് പ്രാക്കാനോ എടുക്കാനോ കുറെ എണ്ണം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കളി കൊണ്ട് ജയിച്ചു വന്നിട്ട്, ഇത്രയും കളി കൊണ്ട് ഇന്ത്യ ജയിച്ചു വരികയാണ്. ഒരു കളിയാണ് തോറ്റത്, ജസ്റ്റ് കളി. പക്ഷെ തോറ്റ രീതി വളരെ മോശമായി. ഇപ്പൊ റിങ്കു സിംഗിനെങ്കിലും ഒരു 10-15 ഒരു 20-25 റൺസെങ്കിലും അവർക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു ഗതികേട് വരത്തില്ലായിരുന്നു. നമ്മൾ മറ്റുള്ളവർ ജയിക്കുന്നോ തോക്കുന്നോ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെമിയിലേക്ക് കയറാമായിരുന്നു. ഇപ്പോ സംഭവം ഇവിടെ ഇതാണ്. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പണിയാണ്. മിക്കവാറും ഈ ഫോം അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കും എന്നുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു. അതാ നമ്മുടെ ഭാഗ്യം. ഇന്ത്യക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ത്യ എന്തായാലും ഈ പറയുന്ന സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് കളി ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കും, ഈ പറയുന്ന സിംബാബ്വെനെ തോൽപ്പിക്കും. അത് വിഷയമല്ല, 4 പോയിന്റും കിട്ടും. പക്ഷെ ഇവിടെ സൗത്ത് ആഫ്രിക്ക തോറ്റു കഴിഞ്ഞാലാണ് വിഷയം വീണ്ടും വരുന്നത്. വെസ്റ്റ് ഇൻഡീസ് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു ടെൻഷനും ഇല്ല. സുഖമായിട്ട് കളിക്കുക, 2 കളി അങ്ങ് ജയിക്കുക, എന്ത് ചെയ്യാം, സെമിയിലേക്ക് കടക്കുക എന്നുള്ളത്. പക്ഷെ ഈ കറണ്ട് ഫോമില് പിന്നെ സൗത്ത് ആഫ്രിക്ക നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്, നല്ല ബൗളേഴ്സ് ഉണ്ട്, ഹിറ്റ്മെയറിനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. എങ്കിലും പണി എന്നിട്ട് ഒരാളുടെ ഈ പറയുന്ന അവരുടെ ഇപ്പൊ മൊമെന്റ് അവരെ കൂടെയാണ് അല്ലേ, അവർക്കാണ് ഭാഗ്യം. ഈ പറയുന്ന അഭിഷേക് ശർമ്മ അടിക്കേണ്ട അടിയൊക്കെ ഇപ്പൊ ഹിറ്റ്മെയറാണ് അടിയോട് അടിയടിക്കുന്നത്. മനസ്സിലായി. ഇന്നലെ പാകിസ്ഥാൻ എന്തായാലും പാകിസ്ഥാന്റെ ചാട്ടമൊക്കെ നിന്നിട്ടുണ്ട്, ഏതാണ്ട് പുറത്തായി ഉള്ള രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ. ഇനി ശ്രീലങ്ക ഇന്നാണല്ലേ ശ്രീലങ്ക ന്യൂസിലൻഡ് കളി, ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ, ശ്രീലങ്ക ന്യൂസിലൻഡ്. ഇന്ന് ശ്രീലങ്ക ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്, ന്യൂസിലൻഡ് ജയിക്കാനാണ് ചാൻസ്. പിന്നെ അവരുടെ ഗ്രൗണ്ടാണ്, പറയാൻ പറ്റത്തില്ല. എങ്കിലും ഈ പറയുന്ന ആർക്ക് പാകിസ്ഥാനും ഉണ്ട്, ഒരു വൈഡായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇന്ത്യയുടെ കേസ് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അതായത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൗത്ത് ആഫ്രിക്ക തോറ്റ് പോയാണ് അമ്മയാണ് ഇന്ത്യയുടെ കിരീട മോഹം അങ്ങ് അതപ്പതിച്ചു പോകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഈ എ ടീമിൽ നിന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സെമിയിലേക്ക് വരുന്നു. അപ്പുറത്ത് നിന്ന് ഇംഗ്ലണ്ട് ഈ പറയുന്ന ന്യൂസിലൻഡ് സെമിയിലേക്ക് വരുന്നു. അവിടെ അവസാനം ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അത് ആവർത്തിക്കുന്നു. ആവർത്തി ഇന്ത്യ വീണ്ടും തോൽപ്പിക്കുന്നു. നമ്മൾ ശുഭചിന്തകൾ മാത്രം, ശുഭപ്രതീക്ഷകൾ മാത്രമേ വെക്കാൻ പറ്റില്ല. അല്ലാതെ ഇപ്പോഴേ പറയാം ഇന്ത്യ പോവും, ഇന്ത്യ തോക്കും, ഇന്ത്യ അവിടെ വന്ന് തോക്കും, ഇന്ത്യ ഈ വേൾഡ് അങ്ങനെയൊന്നുമല്ല. എത്രത്തോളം ഉണ്ട് നമ്മൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ തോൽക്കുന്നവരെ നമ്മൾ ഇന്ത്യയുടെ കൂടെ തന്നെ. തോൽക്കുമ്പോൾ ഏത് രീതിയിൽ തോറ്റു, നമ്മളിപ്പം ഞാൻ പറഞ്ഞത് തോറ്റത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ തോറ്റതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായത് എവിടെയാണ്, ഏത് രീതിയിൽ തോറ്റു, ഇത്രയും മാർജിന് തോക്കുക എന്നുള്ളതാണ് പ്രശ്നം. തിലക് വർമ്മ വീണ്ടും എടുത്തിടുമെന്ന് എനിക്കറിയാം. തിലക് വർമ്മയ്ക്ക് ഇനി ഒരു ആങ്കർ റോളിന്റെ ആവശ്യം ഇനി 2 കളികളിൽ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആങ്കർ റോളിന്റെ ആവശ്യം ഇനി ഇല്ല. തിലക് വർമ്മ നല്ലൊരു ബാറ്റ്സ്മാനാണ്, പക്ഷെ ഇപ്പൊ അവൻ എന്താണ്, അവൻ അത്രയ്ക്കുള്ള ടച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാറ്റി നിർത്തുക. അത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് മോശമായത് കൊണ്ടല്ല. മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഭിഷേക് ശർമ്മയ്ക്ക് പകരം എന്ത് ചെയ്യാം, ഈ സഞ്ജു സാംസനെ ഓപ്പണിംഗ് ഇറക്കുക എന്ന് പറഞ്ഞ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയെക്കാളും ബെറ്റർ ആണ് എന്നല്ല അതിന്റെ അർത്ഥം. നിലവിൽ കറണ്ട് സിനാരി എന്താണ്, കറണ്ട് പൊസിഷനിൽ എന്താണ്, അഭിഷേക് ശർമ്മയെ കുറച്ച് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം, സഞ്ജു സാംസനെ കൊണ്ടുവന്ന്. അതിന്റെ അർത്ഥം സഞ്ജു സാംസൺ ഈ പറയുന്ന അഭിഷേക് ശർമ്മനെ കണ്ടി ഫാർ ബെറ്റർ ആണ് എന്നൊന്നുമല്ല. ആ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെറിയ ചേഞ്ച്. അല്ല നിങ്ങൾ വീണ്ടും അവനെ ഓപ്പണിംഗ് തന്നെ ഇറക്കി വീണ്ടും ഈ ഓഫ് സ്പിന്നറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഓഫ് സ്പിന്നർ എറിയാൻ വരുമ്പോഴേ അവനെ നെഞ്ചിടിക്കും എന്ന് പറഞ്ഞാൽ അവന് ഓഫ് സ്പിന്നർ കളിക്കാറുള്ളതല്ല. 3-4 കളി കൊണ്ട് ഔട്ടാവുന്നത് കൊണ്ട് നെഞ്ചിടിക്കും. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണ്ടേ. അവനൊരു കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ അവനെ ഓപ്പണിംഗ് നിന്ന് മാറ്റുക, 1 തവണ ഇറക്കുക, ഇത്രേ ചെയ്യുള്ളൂ. തിലക് വർമ്മയെ മാറ്റുക, ഇവനെ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറക്കുക, അഭിഷേക് ശർമ്മയെ 1 തവണ കൊണ്ടുവരിക. ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റുക, അവിടെ ആരെ കൊണ്ടുവരിക, നമ്മുടെ അക്ഷർ പട്ടേലിനെ കൊണ്ടുവരിക. കുൽദീപ് യാദവിനെ ഇപ്പൊ തൽക്കാലം പരീക്ഷയ്ക്ക് നിൽക്കണ്ട, ഈ ഒരു കളി ജയിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തു. എന്ത് ചെയ്യണം നമുക്ക് കാണാം. ശരി.